ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച പുതിയ സാരി ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പുതിയ സാരി വാങ്ങിയെന്ന്. അതാണ് ഈ സാരി. കാണിച്ചത് ഇത് അയൺ ചെയ്തിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പാക്ക്. ഫാമിലിയിൽ നിന്ന് വാങ്ങിയത്. ഇത് പിന്നെ ഞാൻ അയൺ ചെയ്യാൻ കൊടുത്തു വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ. ഞാൻ കാണിച്ചത് ഇത് അവരിങ്ങനെ നല്ല നല്ല വൃത്തിയിൽ പാക്കെല്ലാം ചെയ്തിട്ട് തരുക. മെറൂൺ കളർ എനിക്ക് ഇല്ല കേട്ടോ, പണ്ട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ ഒന്നുമില്ല. ഇത് ബ്ലൗസ് മെറൂൺ കളർ എനിക്ക് ചേരുന്നുണ്ടോ. പിന്നെ ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു നെക്ക് ഡിസൈനാണ്. ഇതാകുമ്പോൾ നല്ല കംഫർട്ടായിട്ട് നിൽക്കും. നമുക്ക് കഴുത്ത് ഇങ്ങനെ മലർന്നു പോകുന്നില്ല, ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കും ഷോൾഡറിൻ്റെ അടുത്ത്. അതുകൊണ്ട് എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമല്ല, നല്ല ഇഷ്ടം. അപ്പം ഇതൊക്കെ ഇതിനെയാണ് നമ്മൾ സാരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് സാരി. ഇത് സാരീൻ്റെ മുന്താണിത്തെ ഇഷ്ടമായിരുന്നു സാരി. ഇതാണ് സാരി. കണ്ടോ, ഇതിനൊക്കെ കാണിച്ചാൽ ശരിയാവില്ല. കണ്ടോ സാരി. ദിസ് ഈസ് ദ സാരി. ഇതാണ് പല്ലു. ദിസ് ഈസ് ദ പല്ലു. അപ്പോൾ നമുക്കൊരു വീട്ടിൽ കൂടലുണ്ട് ഇന്ന്. പിന്നെ ചെറിയൊരു ഫംഗ്ഷനെല്ലാം ഉണ്ട്, അതിന് വല്ല വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഈ ചെണ്ട് നമ്മൾ അവിടുത്തെ ഷോപ്പിലെ സ്റ്റാഫ് തന്നെ വെച്ച് തന്നതാണ് ചെണ്ട്. കണ്ടോ. പിന്നെ ഈ മാല ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് കുറച്ച് മാച്ചാണ് ഈ സാരിക്ക്. പക്ഷെ ഇതിടുമ്പോൾ താലി അയച്ചു വെക്കണം. എന്നിട്ട് ഇത് മാത്രം ഇടണം, അപ്പം ഭംഗി. ചിലപ്പോൾ ഞാൻ താലി മാത്രം ഇട്ടിട്ട് പോകും, ചിലപ്പോൾ അത് അയച്ചിട്ട് ഇതിടും. അത് ഡിസൈഡ് ചെയ്യുന്നില്ല. സാരി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് ഡിസൈഡ് ചെയ്യൂ. ഓക്കെ. എന്നാ ഇത് ഞാൻ ഈ സാരിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് നമ്മളെ പ്ലാസൻ്റെ അടുത്തുള്ള ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് വാങ്ങിയതാണ്. കണ്ടാ രസല്ലേ. ഇത് ഈ സാരിക്ക് മാച്ചായിട്ട് വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ അന്ന് വേറൊരു സാരിയും കൂടി എടുത്തുനിന്ന്, അതിനും ഇത് ഏകദേശം മാച്ചാവും. ഇത് ഈ കളറല്ല, എന്നാലും ഇത് പക്ഷെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. മെറൂൺ കളർ അങ്ങനെയല്ല, കോമൺ ആയിട്ട് ഇടുക. നല്ല വാങ്ങിയില്ലേ. ഇനി ഓക്കെ. അപ്പം നമ്മൾ സാരി ഉടുത്ത് റെഡി ആയിട്ടാ. അപ്പോൾ നമ്മൾ സാരിയെല്ലാം എടുത്ത് സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് വീഡിയോസെല്ലാം എടുത്താലേ ഒരു മനസ്സമാധാനം കിട്ടുക. അപ്പോൾ അതിനുള്ള പരിപാടി തുടങ്ങി. ഏകദേശം ഒരു 11:30-12 മണിയായിട്ടുണ്ട്. നമ്മൾ ഹൗസ് വാമിങ്ങിന് പോകാനുള്ള ടൈമായിട്ടുണ്ട്. പോകാൻ സമയമായി ഏകദേശം. തോട്ടടയാണ് ഹൗസ് വാമിങ് വരുന്നത്. ഒരു 10 മിനിറ്റ് നേരെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 12 മണിയാണ് കണക്കാക്കിയത്. അങ്ങനെ ഇറങ്ങാൻ പോകാൻ. ഇതാണ് ചെയിനി, കമ്മൽ. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. ഇതാ വീട്. സുധീന്ദ്രം എന്ന പേര്. നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടെ തന്നെയാണ്. ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടതാണ് ആള്. അപ്പോൾ നമുക്ക് കുറച്ച് വീട് ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാം, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ എല്ലാം എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ടിങ്ങനെ വീടൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത്. കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അവരെ നടക്കുന്ന അങ്ങനെ അവരെ ഉൾപ്പെടുമല്ലോ. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ മടിയായിട്ടാണ്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക്